ഹലോ കൂട്ടുകാരെ, ജോൺസൺസ് ഓട്ടോ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലത്തേക്കായാലും മഴയാണ് കേട്ടോ. രാവിലെ തന്നെ മഴ അതിശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ മാട്ടുക്കട്ട വരെ ആയിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഓട്ടോ ആയിരുന്നു കേട്ടോ. നമ്മൾ മാട്ടുക്കട്ടയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ മാട്ടുക്കട്ടയായിട്ട് നമുക്ക് വേറൊരു ബന്ധമുണ്ട് കേട്ടോ. എൻ്റെ അമ്മ വീട് മാട്ടുക്കട്ടയാണ്. നമ്മൾ ജനിച്ചിട്ട് 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് മാട്ടുക്കട്ട ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ. നമുക്ക് മാട്ടുക്കട്ട നമ്മുടെ ഒരുപാട് റിലേറ്റീവ്സും ഒരുപാട് ആൾക്കാർ, നമ്മുടെ ബന്ധുക്കാരെല്ലാവരും മാട്ടുക്കട്ടയാണ് കേട്ടോ. ഈ മഴ കാര്യമായിട്ട് ഓട്ടോക്കാരെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. മാട്ടുക്കട്ടയൊന്നും ഒരു ഓട്ടോ പോലും ഓടാൻ പോകാതെ ഇങ്ങനെ സ്റ്റാൻഡിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ് നമ്മൾ മേരുകുളത്തോട്ട് വന്നപ്പോഴും ഏതാണ്ട് മേരുകുളത്തെ അവസ്ഥ ഇതാണ്. അതായത് സാധാരണക്കാരന് പണിയില്ലെങ്കിൽ ഓട്ടോയും ബസ്സിലും ഒന്നും ആളുകൾ കാണത്തില്ല. കാരണം സാധാരണക്കാരൻ്റെ കയ്യിലെ പൈസയാണ് മാർക്കറ്റിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. മേരുകുളത്തെ അവസ്ഥ ഇത് തന്നെ. മേരുകുളത്ത് ഓട്ടോകളെല്ലാം ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. മഴയാണ്, ഭയങ്കര മഴയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ഈ പരപ്പയിലെ കടയിലോട്ട് കയറി കേട്ടോ. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില. ഇത്രയും പച്ചക്കറി വാങ്ങിച്ചപ്പോൾ തന്നെ 400 രൂപയായി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും പിള്ളേർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 1 കിലോ മീൻ വാങ്ങിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഉപ്പുപാറ പാലത്തിനക്കരെയുള്ള ഈ കട സാവുചാടിൻ്റെ ഇവിടെ ഒന്ന് മീൻ വാങ്ങിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല മീനാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ നമ്മൾ 1 കിലോ അയലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ പോയി. ചെന്നപ്പോഴത്തേക്ക് നമുക്ക് വേറെ 2-3 അല്ലറ ചില്ലറ ഓട്ടങ്ങളും കൂടെ കിട്ടി കേട്ടോ. ഇന്ന് എന്താണെന്നറിയത്തില്ല, മഴ മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള കാറ്റും ഉണ്ട് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ അടിക്കുന്ന കാറ്റ് എന്നാ പറയട്ടെ, ഭയങ്കര ശക്തമായിട്ടുള്ളൊരു കാറ്റും ഭയങ്കര തണുപ്പും ഒന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ നിന്ന് പോലും വെളിയിലിറങ്ങാൻ പറ്റത്തില്ലാത്ത മഴയായിപ്പോയി. അമ്മാതിരി മഴ. എന്നാ ചെയ്യാൻ, ഓട്ടോ ഒന്നുമില്ല. ഇങ്ങനെ 2-3 വണ്ടിക്കാർ ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് 5 മണിക്ക് വരുന്ന ബസ്സാണ്. അവിടുത്തെ ഈ പണിക്കാരെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടം കിട്ടും കേട്ടോ. പണിക്കാർ എല്ലാം ഉള്ളതുകൊണ്ട് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടെ അല്ലേ. അപ്പോൾ ആ ബസ് വന്നപ്പോൾ നമുക്ക് അല്ലറ ചില്ലറ ചെറിയ ഓട്ടങ്ങൾ കിട്ടി. ഓട്ടങ്ങൾ കിട്ടിയതാകട്ടെ നമ്മുടെ ഇവിടുത്തെ ഈ കുടിസിലോട്ടുള്ള ഓട്ടങ്ങളാണ് ബസ്സിന് വരുന്ന ഓട്ടങ്ങൾ. അല്ലാത്തവരൊക്കെ നടന്നു പോകും. ഇങ്ങനെയുള്ള കുടിസ് വഴി കൂടെയുള്ള ഓട്ടങ്ങളാണ് കേട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരെ കൊണ്ടുവിടാനായിട്ടുള്ളത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഓട്ടോ എടുത്തു. അത് ഈ ഇറക്കി വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറക്കമാണ്. ഇവിടെ ഫസ്റ്റ് ഇട്ടിട്ട് പതുക്കെ അനങ്ങാതിരിക്കാനേ വരത്തുള്ളൂ. കാരണം താഴോട്ട് ഭയങ്കര കുഴിയാണ്, വലത് സൈഡിൽ കയ്യാലെ ഈ ചപ്പൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ട്. വണ്ടി ചവിട്ടാൻ പോയി കഴിഞ്ഞാൽ തെന്നി വണ്ടിയുടെ വഴിക്ക് അങ്ങ് പോകും. നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി പോരത്തേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് 1-2 ഓട്ടങ്ങളും കൂടെ ഉണ്ടായിരുന്നു. മഴ ഭയങ്കരമായിട്ട് ശക്തമാവുക. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ശക്തിയിലാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പം തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതേ റോഡാണോ തോടാണോ എന്നറിയത്തില്ലാത്ത അവസ്ഥ. തോട്ടിലെല്ലാം ഇവിടുത്തെ തോടുകളിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പാറപ്പുറത്തോടെ വെള്ളം വരുന്നുണ്ട്. പെട്ടെന്ന് തോട്ടിലെ വെള്ളം കൂടും, പെട്ടെന്ന് തോട്ടിലെ വെള്ളം കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.